നമസ്കാരം, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ചെയ്യുന്നത് അഗത ക്രിസ്റ്റിയുടെ എക്സെപ്റ്റ് ഫ്രം എൻ ഓട്ടോബയോഗ്രഫി എന്ന പാഠഭാഗത്തിൻ്റെ പാർട്ട് 2 ആണ്. ഈ പാഠഭാഗത്തിൻ്റെ ഒന്നാമത്തെ ഭാഗം ഞാൻ വീഡിയോ ആയി ചെയ്തിട്ടുണ്ട്. നമുക്ക് ഏതായാലും പാഠഭാഗത്തിലേക്ക് കടക്കാം. Sure enough, next day, when I was sitting in a tram, I saw just what I wanted, a man with a black beard. അപ്പോൾ പിറ്റേ ദിവസം എഴുത്തുകാരി ഇങ്ങനെ ഒരു ട്രാമിൽ യാത്ര ചെയ്യുന്ന സമയത്ത് ഒരാളെ കണ്ടുമുട്ടുകയാണ്. ഐ സോ ജസ്റ്റ് വാട്ട് ഐ വാണ്ടഡ്, എനിക്ക് ആവശ്യമുള്ള ഒരാൾ തന്നെ. കാരണം എ മെൻ വിത്ത് എ ബ്ലാക്ക് ബിയർഡ്, കറുത്ത താടി വെച്ചുള്ള ഒരു മനുഷ്യൻ. സിറ്റിംഗ് നെക്സ്റ്റ് ടു എൻ എൽഡർലി ലേഡി, ഒരു പ്രായമുള്ള സ്ത്രീയുടെ അടുത്ത് ഇരിക്കുന്നുണ്ട്. ഹു വാസ് ചാറ്ററിങ് ലൈക്ക് എ മാക്പൈ. മാക്പൈ എന്ന് വെച്ചാൽ അതൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ബേർഡാണ്, എപ്പോഴും ശബ്ദം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. അപ്പം മാക്പൈയെ പോലെ ചാറ്റർ ചെയ്തുകൊണ്ടിരിക്കുന്ന, ശബ്ദം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന എൽഡർലി ലേഡി ഉണ്ട്. അതിൻ്റെ തൊട്ടടുത്താണ് ഈ ബ്ലാക്ക് ബിയർഡുള്ള, കറുത്ത താടിയുള്ള മനുഷ്യൻ ഇരിക്കുന്നത്. ഐ ഡിഡിൻ തിങ്ക് ഐ ഹാവ് എർ. അപ്പോൾ അവളൊരിക്കലും ഞാൻ എൻ്റെ കഥയിലേക്ക് ഉൾപ്പെടുത്താൻ തീരുമാനിച്ചിട്ടില്ല. ബട്ട് ഐ തോട്ട് ഹി വുഡ് ഡു അഡ്മിറബിളി. പക്ഷേ അയാളെ എനിക്ക് ഇഷ്ടമായിട്ടുണ്ട്. ആരെ? ആ ബ്ലാക്ക് ബിയർഡുള്ള മനുഷ്യനെ. സിറ്റിംഗ് എ ലിറ്റിൽ വേ ബിയോണ്ട് ദം വാസ് എ ലാർജ് ഹാർട്ടി വുമൺ. തൊട്ടപ്പുറത്തായിട്ട് ഒരു തടിച്ച വലിയ ഒരു സ്ത്രീ ഇരിക്കുന്നുണ്ട്. ടോക്കിംഗ് ലൗഡ്ലി അബൌട്ട് സ്പ്രിംഗ് ബൾബുകളെ പറ്റി സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വലിയ സ്ത്രീ തൊട്ടപ്പുറത്ത് ഇരിക്കുന്നുണ്ട്. ഐ ലൈക്ക് ദ ലുക്ക് ഓഫ് ഹെർ ടു. എനിക്ക് അവളെ ഇഷ്ടമായി. പെർഹാപ്സ് ഐ കുഡ് ഇൻകോർപ്പറേറ്റ് ഹെർ. അവളെയും ഈ കഥയിൽ ഉൾപ്പെടുത്താൻ പറ്റുമോ? അപ്പോൾ വഴിയിൽ കാണുന്ന ആളുകളെ മുഴുവൻ നിരീക്ഷിച്ചിട്ട് എൻ്റെ കഥയിലേക്ക് പറ്റിയ ആളുകളാണ് ഇവർ എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ എഴുത്തുകാരി മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഒരുപാട് ചോദ്യങ്ങൾ ഇങ്ങനെ എഴുത്തുകാരുടെ മനസ്സിൽ വരികയാണ് അല്ലേ. ഓരോരുത്തരെ കാണുമ്പോൾ എൻ്റെ കഥയിലേക്ക് പറ്റിയ ആളാണോ എന്നുള്ള രീതിയിൽ ഇങ്ങനെ കാര്യങ്ങൾ അന്വേഷിച്ച് പോകുന്ന സമയത്ത് ഐ ടുക്ക് ദം ഓൾ 3 ഓഫ് ദ ട്രാം വിത്ത് മീ ടു വർക്ക് അപ്പോൺ. അപ്പം ഞാൻ എന്ത് ചെയ്തു, ആ 3 പേരെ ഞാൻ അവിടെ ഒഴിവാക്കിയിട്ട് ഞാൻ എൻ്റെ ജോലിയുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. ആൻഡ് വാക്ക്ഡ് അപ്പ് ബാർട്ടൺ റോഡ്. ഞാൻ ബാർട്ടൺ റോഡിലേക്ക് തിരിച്ച് നടക്കുകയാണ്. മട്ടറിങ് ടു മൈസെൽഫ്. ഞാൻ സ്വയം ഇങ്ങനെ ഓരോ പെറുപുറത്തുകൊണ്ട് നടക്കുകയാണ്. ജസ്റ്റ് ആസ് ഇൻ ദ ഡേയ്സ് ഓഫ് ദ കിറ്റൻസ്. പൂച്ചക്കുട്ടികളെ പോലെ ആ സമയത്ത് ഞാൻ ഇങ്ങനെ സ്വയം മന്ത്രിച്ചുകൊണ്ട്, സ്വയം ഓരോന്ന് പെറുപുറത്തുകൊണ്ട് ഞാൻ ഇങ്ങനെ ബാർട്ടൺ റോഡിലൂടെ നടക്കുകയാണ്. വെരി സൂൺ ഐ ഹാഡ് എ സ്കെച്ച് പിക്ചർ ഓഫ് സം ഓഫ് മൈ പീപ്പിൾ. അങ്ങനെ എൻ്റെ കഥയിലെ കഥാപാത്രങ്ങളുടെ കുറച്ച് സ്കെച്ച് പിക്ചേഴ്സ് എനിക്ക് കിട്ടിയിട്ടുണ്ട് അധികം വൈകാതെ. ദർ വാസ് ദ ഹാർട്ടി വുമൺ. അതിനകത്ത് ആ ഹാർട്ടി വുമൺ, ആ ഒരു ആരോഗ്യമുള്ള ആ ഒരു തടിച്ച സ്ത്രീ ഉണ്ടായിരുന്നു. ഐ ഈവൻ ന്യൂ ഹെർ നെയിം. എനിക്ക് അവളുടെ പേര് അറിയാമായിരുന്നു, എവ്ലിൻ. ഷീ കുഡ് ബി എ പുവർ റിലേഷൻ. ചിലപ്പോൾ ഒരു പാവപ്പെട്ട ഒരു റിലേഷനിൽ വരുന്ന സ്ത്രീയാണോ, ഓർ എ ലേഡി ഗാർഡനർ, അല്ലെങ്കിൽ ഒരു ലേഡി ഗാർഡനർ ആയിട്ടാണോ, ഓർ എ കമ്പാനി, അല്ലെങ്കിൽ ഒരു കമ്പാനിയനായിട്ടാണോ, പെർഹാപ്സ് എ ലേഡി ഹൗസ് കീപ്പർ. ഇനി ഒരു ലേഡി ഹൗസ് കീപ്പർ ആണോ? അപ്പോൾ ഏത് കഥാപാത്രത്തിലേക്കാണ് ആ എവ്ലിൻ എന്ന് പറഞ്ഞ സ്ത്രീയെ പ്ലേസ് ചെയ്യേണ്ടതെന്നുള്ള എഴുത്തുകാരുടെ മനസ്സിൽ ഇങ്ങനെ ചിന്ത നടന്നുകൊണ്ടിരിക്കുകയാണ്. എനിവേ, എന്തായാലും ഐ വാസ് ഗോയിങ് ടു ഹാവ് ഹെർ. അവൾ എന്തായാലും എൻ്റെ കഥയിൽ ഉൾപ്പെടുത്താൻ തീരുമാനിച്ചു അല്ലേ. എവ്ലിൻ എന്ന് പേര് കൊടുക്കാം, ഏതെങ്കിലും ഹൗസ് കീപ്പർ ആക്കാം, അല്ലെങ്കിൽ ഗാർഡനർ ആക്കാം, അല്ലെങ്കിൽ കമ്പാനിയനാക്കാം, അല്ലെങ്കിൽ ഒരു പുവർ റിലേഷൻ ആക്കാം. ഏത് കഥാപാത്രം വേണമെങ്കിലും ആക്കാം, തീരുമാനം എടുത്തു അല്ലേ. ദെൻ ദർ വാസ് ദ മെൻ വിത്ത് ദ ബ്ലാക്ക് ബിയർഡ്. ഇനി അടുത്ത കറുത്ത താടിക്കാരനാണ്. അദ്ദേഹത്തെയും കഥയിൽ ഉൾപ്പെടുത്താൻ എഴുത്തുകാരെ തീരുമാനിച്ചിട്ടുണ്ട്. ഹൂം ഐ സ്റ്റിൽ ഫെൽറ്റ് ഐ ഡിഡ്ന്റ് നോ മച്ച് അബൌട്ട്. പക്ഷേ എനിക്ക് അയാളെ പറ്റി കൂടുതലായിട്ടൊന്നും അറിയില്ല, എക്സെപ്റ്റ് ഫോർ ഹിസ് ബിയർഡ്. അവനെ പറ്റി അറിയുന്ന ഒരൊറ്റ കാര്യം താടി ഉണ്ടെന്ന് മാത്രമാണ്. വിച്ച് വാസ് ഇൻ റിയലി ഇനഫ്. അത് മാത്രം പോരല്ലോ. ഓർ വാസ് ഇറ്റ് ഇനഫ്? അല്ല, അത് മതിയോ അല്ലേ. യെസ്, പെർഹാപ്സ് ഇറ്റ് വാസ്, ബിക്കോസ് യു വുഡ് ബി സീയിങ് ദിസ് മെൻ ഫ്രം ഔട്ട്സൈഡ്. കാരണം നിങ്ങൾ ഈ മനുഷ്യനെ പുറത്ത് വെച്ച് കാണുന്ന സമയത്ത് അല്ലേ, സോ യു കുഡ് ഓൺലി സീ വാട്ട് ഹി ലൈക്ക് ടു ഷോ. അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ അദ്ദേഹം കാണിക്കുന്ന കാര്യങ്ങൾ മാത്രമേ നിങ്ങൾക്ക് അറിയുള്ളൂ. നോട്ട് ആസ് ദ റിയലി വാസ്. പക്ഷെ അത് മാത്രം പോരാ. ദാറ്റ് ഓട്ട് ടു ബി എ ക്ലൂ ഇൻ ഇറ്റ് സെൽഫ് അല്ലേ. അതിന് ഒരുപാട് ക്ലൂ, എന്തെങ്കിലും സൂചനകൾ നിങ്ങൾക്ക് തരണം. അപ്പോൾ ആ ഒരു കഥാപാത്രത്തെ ഇനി എങ്ങനെ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ് എഴുത്തുകാരുടെ മനസ്സിൽ കടന്നു വരുന്നത്. ദ എൽഡർലി വൈഫ് വുഡ് ബി മർഡേർഡ് മോർ ഫോർ ഹെർ മണി ദാൻ ഹെർ ക്യാരക്ടർ. അപ്പം നമ്മളെ കഥയിലെ കഥാപാത്രം അല്ലേ, ഭർത്താവ് ഭാര്യയെ കൊല്ലുന്ന ഒരു കഥയാണ്. അപ്പോൾ അതിനകത്ത് സമ്പന്നയായുള്ള ഭാര്യയാണ്, പക്ഷെ പ്രായം കൂടിയതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ദ എൽഡർലി വൈഫ്, ആ പ്രായം കൂടിയുള്ള ഭാര്യ, വുഡ് ബി മർഡേർഡ്, കൊല ചെയ്യപ്പെടും, മോർ ഫോർ ഹെർ മണി, അവളുടെ പണത്തിന് വേണ്ടിയിട്ടാണ് അവൾ കൊല ചെയ്യപ്പെടുന്നത്, ദാൻ ഹെർ ക്യാരക്ടർ, അവളുടെ സ്വഭാവത്തിനനുസരിച്ചൊന്നുമല്ല, ദാൻ ഹെർ ക്യാരക്ടർ. അപ്പോൾ ക്യാരക്ടറും അവളുടെ സ്വഭാവമൊന്നുമല്ല, അവളുടെ പണം കൂടുതലുണ്ട്, ആ സമ്പത്ത് കൂടുതലുള്ളതിൻ്റെ പേരിൽ മാത്രമാണ് അവൾ കൊല ചെയ്യപ്പെടുന്നത്.
സോ ഷീ ഡിഡിൻ മാറ്റർ വെരി മച്ച്. അപ്പോൾ അതുകൊണ്ട് അവൾക്ക് കൂടുതലായിട്ട് കാര്യങ്ങളൊന്നും അതിനകത്ത് വരുന്നില്ല. ഐ നൗ ബിഗാൻ ആഡിങ് മോർ ക്യാരക്ടേഴ്സ് റാപ്പിഡ്ലി. അപ്പോൾ പെട്ടെന്ന് തന്നെ ഞാൻ മറ്റുള്ള കഥാപാത്രങ്ങൾ ഓരോരുത്തരെ ഇങ്ങനെ ചേർക്കാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ ആദ്യം ഹാർട്ടി വുമണെ ചേർത്തു, പിന്നെ ബ്ലാക്ക് ബിയേർഡ് ആയിട്ടുള്ള ഒരു മനുഷ്യനുണ്ട്, അദ്ദേഹത്തെ ചേർത്തു, പിന്നെ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഉണ്ട് അല്ലെ, കൊല ചെയ്യപ്പെടുന്ന സ്ത്രീ ഉണ്ട്, അതിൻ്റെ കാര്യങ്ങൾ സംസാരിച്ചു. ഇനി ഒരുപാട് ക്യാരക്ടേഴ്സിനെ റാപ്പിഡായിട്ട് വളരെ വേഗത്തിൽ എന്ത് ചെയ്യണം, ആഡ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. എ സൺ ഒരു മകൻ അല്ലേ, എ ഡോട്ടർ ഒരു മകൾ, പോസിബിളി എ നെഫ്യൂ ചിലപ്പോൾ ഒരു മരുമകൻ. യു ഹാവ് ടു ഹാവ് എ ഗുഡ് മെനി സസ്പെക്ട്സ്. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് സസ്പെക്റ്റുകൾ വേണം. കാരണം നമ്മൾ കൊലപാതകം ചെയ്ത ആരാണെന്ന് നമുക്ക് വായിക്കുന്ന സമയത്ത് തന്നെ നമ്മുടെ മനസ്സിനകത്തേക്ക് സംശയങ്ങൾ ഉണ്ടാക്കുന്ന ഒരുപാട് കഥാപാത്രങ്ങൾ കൊണ്ടുവരണം. ദ ഫാമിലി വാസ് കമ്മിങ് അലോങ് നൈസ്ലി. അതുകൊണ്ട് ഒരു കുടുംബമാകുമ്പോൾ സ്വാഭാവികമായിട്ട് കുടുംബത്തിനകത്ത് ഇയാളാവും അല്ലെങ്കിൽ അയാളാവും എന്നുള്ള സംശയങ്ങൾ ഉണ്ടായിരിക്കാം. അപ്പോൾ എഴുത്തുകാർ തൻ്റെ മനസ്സിൽ താൻ എഴുതാൻ പോകുന്ന നോവലിനകത്ത്, ഡിറ്റക്റ്റീവ് നോവലിനകത്ത് സംഭവിക്കുന്ന സംഭവവികാസങ്ങളും അതിൻ്റെ കഥാപാത്രവൽക്കരണമൊക്കെ ഇങ്ങനെ മനസ്സിനകത്ത് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഐ ലെഫ്റ്റ് ഇറ്റ് ടു ഡെവലപ്പ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യണം, ഈ കഥയെ ഇങ്ങനെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്, വികസിപ്പിക്കാൻ വേണ്ടി ഞാൻ ഇങ്ങനെ മനസ്സിൽ വിട്ടുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് ടേൺഡ് മൈ അറ്റൻഷൻ ടു ദ ഡിറ്റക്റ്റീവ്. ഇനി എൻ്റെ ശ്രദ്ധ കൊണ്ടുപോകുന്ന ഡിറ്റക്റ്റീവിലേക്കാണ്. ഹൂ കുഡ് ഐ ഹാവ് എസ് എ ഡിറ്റക്റ്റീവ്. ഇനി ആരെയാണ് ഞാൻ ഡിറ്റക്റ്റീവായിട്ട് കൊണ്ടുവരിക? എൻ്റെ ഡിറ്റക്റ്റീവ് ആരാണ് ഇനി? ഐ റിവ്യൂഡ് സച്ച് ഡിറ്റക്റ്റീവ്സ് ആസ് ഐ ഹാഡ് മെറ്റ് ആൻഡ് അഡ്മയർഡ് ഇൻ ബുക്സ്. അപ്പോൾ ആ സമയത്ത് ഞാൻ വായിച്ചുകൊണ്ടിരിക്കുന്ന ഏതെങ്കിലും ഡിറ്റക്റ്റീവ് കഥകളിൽ ആരെങ്കിലും ഇതിനകത്ത് ഡിറ്റക്റ്റീവായിട്ട് കൊണ്ടുവരാൻ പറ്റുമോ എന്ന് എഴുത്തുകാർ ചിന്തിക്കുകയാണ്. അപ്പോൾ കൊലപാതകം നടത്തുന്നത് ബ്ലാക്ക് ബിയേർഡ് മാനാണ്, കൊല ചെയ്യപ്പെടുന്നത് വൈഫാണ്. അപ്പോൾ അങ്ങനെ രീതിയിൽ കാര്യങ്ങൾ ഇങ്ങനെ നടക്കുന്ന സമയത്ത് ഇത് അന്വേഷിക്കാനായിട്ടൊരു ഡിറ്റക്റ്റീവ് വരണമല്ലോ കഥയ്ക്കകത്ത്. അങ്ങനെ ഡിറ്റക്റ്റീവിനെ എങ്ങനെ കൊണ്ടുവരുന്നതാണ് അടുത്ത ചോദ്യം. ദർ വാസ് ഷെർലോക്ക് ഹോംസ്, ദ വൺ ആൻഡ് ഓൺലി. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ സമയത്ത് ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്ന ഒരു ഡിറ്റക്റ്റീവ് എന്ന് വെച്ചാൽ ഷെർലോക്ക് ഹോംസ് ആണ്. അപ്പോൾ ഐ ഷുഡ് നെവർ ബി ഏബിൾ ടു ഇമുലേറ്റ് ഹിം. അതുകൊണ്ട് ഒരിക്കലും ഷെർലോക്ക് ഹോംസിനെ പോലുള്ള ഒരു ഡിറ്റക്റ്റീവിനെ ഞാൻ ഒരിക്കലും ഇമുലേറ്റ് ചെയ്യില്ല, ഞാൻ അനുകരിക്കില്ല അല്ലേ. ദ വാസ് ആർസൻ ലൂപ്പിൻ. ഇനി വേറൊരു ഡിറ്റക്റ്റീവ് ആണെന്ന് ആർസൻ ലൂപ്പിൻ വാസ് എ ക്രിമിനൽ ഓർ എ ഡിറ്റക്റ്റീവ്. പക്ഷേ ആർസൻ ലൂപ്പിൻ ഒരു ക്രിമിനലാണോ ഡിറ്റക്റ്റീവ് ആണോ ഒരു ചോദ്യമാണ്. എനിവേ നോട്ട് മൈ കൈൻഡ്. അത് ഏതായാലും എൻ്റെ രീതിയിലേക്ക് വരുന്ന കഥാപാത്രമല്ല. അപ്പോൾ ഈ പറയുന്ന ഷെർലോക്ക് ഹോംസിനെയോ അല്ലെങ്കിൽ ആർസൻ ലൂപ്പിനെ പോലെ അല്ലാതെ വ്യത്യസ്തമായ ഒരു ഡിറ്റക്റ്റീവിനെ കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ്. There was the young journalist relatable in the mystery of the yellow room. അപ്പോൾ മിസ്റ്ററി ഓഫ് ദ യെല്ലോ റൂം എന്ന് പറഞ്ഞതിനകത്ത് ഒരു റൂലറ്റേബിൾ എന്ന് പറയുന്ന ഒരു ജേർണലിസ്റ്റ് ഉണ്ട്. ദാറ്റ് വാസ് ദ സോർട്ട് ഓഫ് പേഴ്സൺ ഹൂം ഐ വുഡ് ലൈക്ക് ടു ഇൻവെൻറ്റ്. അപ്പോൾ അത്തരത്തിലുള്ള ആളുകളെ ഞാൻ ഇൻവെൻറ്റ് ചെയ്യുകയാണെങ്കിൽ, കൊണ്ടുവരാൻ ശ്രമിക്കുകയാണെങ്കിൽ അല്ലേ, അതൊരു വ്യത്യസ്തമായിരിക്കുന്ന എഴുത്തുകാരിക്ക് തോന്നുന്നു. സമൺ ഹൂ ഹാഡൻ ബീൻ യൂസ്ഡ് ബിഫോർ. കാരണം അത്തരത്തിലുള്ള ഒരാളെ ഇതുവരെ ഈ നോവലുകളിൽ, ഡിറ്റക്റ്റീവ് നോവലിനകത്ത് ഉപയോഗിച്ചിട്ടില്ല. ഹൂ കുഡ് ഐ ഹാവ് അല്ലേ, അത്തരം ഒരാൾ ഉപയോഗിക്കാൻ ആർക്ക് കഴിയും എന്നുള്ളതാണ് ചോദ്യം. എ സ്കൂൾ ബോയ് റാദർ ഡിഫിക്കൽട്ട്. ഇനി ഒരു സ്കൂൾ ബോയ് അവതരിപ്പിച്ചാലോ, അത് ബുദ്ധിമുട്ടായിരിക്കും അല്ലേ. എ സയൻറ്റിസ്റ്റ്, വാട്ട് ഡിഡ് ഐ നോ ഓഫ് സയൻറ്റിസ്റ്റ്. എനിക്ക് സയൻറ്റിസ്റ്റുകളെ പറ്റി എന്തറിയാം അല്ലേ. ദെൻ ഐ റിമെമ്പേർഡ് അവർ ബെൽജിയൻ റെഫ്യൂജീസ്. എഴുത്തുകാരുടെ മനസ്സിനകത്തപ്പോൾ ഡിറ്റക്റ്റീവായിട്ട് ആരെ കൊണ്ടുവരും എന്നുള്ളതാണ് ഓരോരുത്തരുടെ. ഇപ്പോൾ ആദ്യം ഷെർലോക്ക് ഹോംസിനെ പറ്റി പറഞ്ഞു, ആൽസൺ ലൂപ്പിനെ പറ്റി പറഞ്ഞു, അടുത്ത മിസ്റ്ററി ഓഫ് ദ യെല്ലോ റൂം എന്ന് പറഞ്ഞതിനകത്ത് വരുന്ന റൂലറ്റേബിൾ എന്ന് പറഞ്ഞ ജേർണലിസ്റ്റ് കൊണ്ടുവരാൻ ശ്രമിച്ചു. പിന്നെ സ്കൂൾ ബോയ് ആണ് തീരുമാനിക്കുന്നുണ്ട്, അതുമല്ല സയൻറ്റിസ്റ്റ് ആണ്. അങ്ങനെ അവസാനം എത്തപ്പെടുന്നത് ദെൻ ഐ റിമെമ്പേർഡ് അവർ ബെൽജിയൻ റെഫ്യൂജീസ്. അവിടെ ബെൽജിയംകാരുള്ള ഒരുപാട് അഭയാർത്ഥികളുണ്ട്. വി ഹാഡ് ക്വൈറ്റ് എ കോളനി ഓഫ് ബെൽജിയൻ റെഫ്യൂജീസ് ലിവിങ് ഇൻ ദ പാരിഷ് ഓഫ് ടോർ. പാരിഷ് ഓഫ് ടോറിനകത്ത് ഒരുപാട് ബെൽജിയൻ റെഫ്യൂജീസ് അഭയാർത്ഥികൾ താമസിക്കുന്നുണ്ട്. അവരിൽ ആരെങ്കിലും ഒരാളെ ഡിറ്റക്റ്റീവാക്കി മാറ്റിയാലോ. എവരി വൺ ഹാഡ് ബീൻ ബോസ്റ്റിംഗ് വിത്ത് ലവിങ് കൈൻഡ്നസ് ആൻഡ് സിമ്പതി വെൻ ദേ അറൈവ്ഡ്. അപ്പോൾ ഈ ബെൽജിയൻകാരായിട്ടുള്ള ഒരുപാട് അഭയാർത്ഥികൾ നാട്ടിൽ വന്നപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, അവരെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. പീപ്പിൾ ഹാഡ് സ്റ്റോക്ക്ഡ് ഹൗസസ് വിത്ത് ഫർണിച്ചർ ഫോർ ദം ടു ലിവ് ഇൻ. അപ്പോൾ അവർക്ക് വേണ്ടി താമസിക്കാനായിട്ട് ഞങ്ങൾ ഒരുപാട് ഫർണിച്ചറുകൾ സ്റ്റോക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഹാഡ് ഡൺ എവറിത്തിങ്, എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ചെയ്തു കൊടുത്തിട്ടുണ്ടായിരുന്നു. ദേ കുഡ് ടു മേക്ക് ദം കംഫർട്ടബിൾ. അവരെ അഭയാർത്ഥികളായുള്ള ആളുകളെ ഇവിടെ കംഫർട്ടബിളായിട്ട് നിലനിർത്താൻ ഞങ്ങൾ ഒരുപാട് സഹായം അവർക്ക് ചെയ്തു കൊടുത്തിട്ടുണ്ട്. ദർ had been the usual reaction later when the refugees had not seemed to be sufficiently grateful for what had been done for them. അപ്പോൾ നാട്ടുകാരായിട്ടുള്ള ഞങ്ങൾ അഭയാർത്ഥികളായിട്ടുള്ള ഈ ബെൽജിയംകാർക്ക് ഒരുപാട് സഹായങ്ങൾ ചെയ്തു കൊടുത്തിട്ടുണ്ട്. അവരുടെ ഭാഗത്തുനിന്ന് സഫീഷ്യൻ്റ് ആയിട്ടുള്ള ഗ്രേറ്റ്ഫുൾ നന്ദിയൊന്നും ഉണ്ടായിട്ടില്ല. ദ ഫാക്ട് ദാറ്റ് ദ പുവർ തിങ്സ് വർ ബിവിൽഡഡ് ആൻഡ് ഇൻ എ സ്ട്രേഞ്ച് കൺട്രി വാസ് നോട്ട് സഫീഷ്യൻ്റ്ലി അപ്രീഷിയേറ്റഡ്. പക്ഷെ ഞങ്ങൾ എല്ലാ കാര്യങ്ങളും അവർക്ക് വേണ്ടി ചെയ്തു കൊടുത്തെങ്കിലും ഞങ്ങൾ ചെയ്ത കാര്യങ്ങളൊന്നും അവർ അപ്രീഷിയേറ്റ് ചെയ്തിട്ടില്ല. അവർക്കൊരു ബിവിൽഡ്, പേടിച്ച രീതിയിലായിരുന്നു അവർ. എ ഗുഡ് മെനി ഓഫ് ദം വർ സസ്പീഷ്യസ് പേഴ്സൺ. അപ്പോൾ അത്തരത്തിലുള്ള ആ ഒരു അഭയാർത്ഥി ക്യാമ്പുകളിൽ അധികം ആളുകളും പെസൻസ് ആയിരുന്നു, പ്രത്യേകിച്ച് സംശയമുള്ള കുറച്ച് കർഷകരായിരുന്നു.
ആൻഡ് ദ ലാസ്റ്റ് തിങ് ദേ വാണ്ടഡ് വാസ് ടു ബി ആസ്ക്ഡ് ഔട്ട് ടു ടീ. അപ്പോൾ അവർ ചില ആളുകൾ ചായ കുടിക്കാൻ ആവശ്യപ്പെടുക, ഹാവ് പീപ്പിൾ ഡ്രോപ്പ് ഇൻ അപ്പോൺ, പോകുന്ന വഴി അവരവിടെ ഡ്രോപ്പ് ചെയ്യുക തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് അവർക്ക് ആവശ്യം ഉണ്ടായിരുന്നത്. ദേ വാണ്ടഡ് ടു ബി ലെഫ്റ്റ് ഓൺ. പക്ഷെ അവരുടെ ഒരു ആവശ്യം എന്ന് വെച്ചാൽ അവരെ ഒറ്റയ്ക്ക് വിടുക, അവരെ ഫ്രീ ആക്കി വിടുക എന്നുള്ളതാണ്. ടു ബി ഏബിൾ ടു കീപ് ടു ദംസെൽഫ്, അവരെ സ്വതന്ത്രമാക്കി വിടുക. ദേ വാണ്ടഡ് ടു സേവ് മണി ടു ഡിഗ് ദെയർ ഗാർഡൻ ആൻഡ് ടു മാനർ ഇറ്റ് ഇൻ ദെയർ ഓൺ പർട്ടിക്കുലർ ആൻഡ് ഇന്റിമേറ്റ് വേ. അഭയാർത്ഥികളായിട്ടുള്ള ബെൽജിയംകാരുടെ ആവശ്യം എന്ന് വെച്ചാൽ ദേ വാണ്ടഡ് ടു ബി ലെഫ്റ്റ് അലോൺ, അവർ ഒറ്റയ്ക്ക് സ്വതന്ത്രമാക്കി വിടുക. ടു ബി ഏബിൾ ടു കീപ് ടു ദംസെൽഫ്, ദേ വാണ്ടഡ് ടു സേവ് മണി, അവർക്ക് സ്വന്തമായിട്ട് പണം സമ്പാദിക്കണം. ടു ഡിഗ് ദെയർ ഗാർഡൻ, അവരുടെ ഗാർഡൻ കുഴിക്കണം. ആൻഡ് ടു മാനർ ഇറ്റ് ഇൻ ദെയർ ഓൺ പർട്ടിക്കുലർ ആൻഡ് ഇന്റിമേറ്റ് വേ, അവരുടേതായ രീതിയിൽ അവരെ പണം സമ്പാദിച്ച് അവരുടേതായ രീതിയിൽ അവർ താമസിക്കുക. അതല്ലാതെ അവരുടെ അടുത്ത് സൗഹൃദം സ്ഥാപിക്കാനോ ബന്ധം പുതുക്കാനായിട്ടോ നാട്ടുകാരായിട്ടുള്ള ആളുകൾ ചെല്ലുന്ന അവർക്ക് ഇഷ്ടമല്ല. വൈ നോട്ട് മേക്ക് മൈ ഡിക്റ്റേറ്റീവ് എ ബെൽജിയൻ ഐ തോട്ട്. അപ്പോൾ എഴുത്തുകാരിങ്ങനെ ചിന്തിച്ചിട്ട് പറയാണ്, എന്തുകൊണ്ട് എൻ്റെ കഥയിലെ ഈ ഒരു ഡിക്റ്റേറ്റീവ് എന്ന് പറഞ്ഞ കഥാപാത്രം ഒരു ബെൽജിയൻ അഭയാർത്ഥി ആയിക്കൂടാ? ദർ വർ ഓൾ ടൈപ്സ് ഓഫ് റെഫ്യൂജീസ്, അവിടെ പലതരത്തിലുള്ള അഭയാർത്ഥികളുണ്ട്. ഹൗ അബൌട്ട് റെഫ്യൂജി പോലീസ് ഓഫീസർ, എന്തുകൊണ്ട് ആ റെഫ്യൂജിൽ ഒരാൾ പോലീസ് ഓഫീസർ ആയിക്കൂടാ? എ റിട്ടയർഡ് പോലീസ് ഓഫീസർ. അപ്പോൾ എൻ്റെ കഥയിലെ ഈ ഒരു പോലീസ് ഓഫീസർ അല്ലെങ്കിൽ ഡിറ്റക്റ്റീവ് എന്ന് പറയുന്ന ഒരു റിട്ടയർഡ് പോലീസ് ഓഫീസറാണ്. അത് ഈ ഒരു ബെൽജിയംകാരനായാൽ എന്താണ് പ്രശ്നം എന്ന് ചോദിക്കണം. നോട്ട് ടു യങ് എ വൺ, ചെറുപ്പക്കാരനല്ലാത്തൊരു ഓഫീസറാണ്. വാട്ട് എ മിസ്റ്റേക്ക് ഐ മെയ്ഡ് ദർ, അവിടെ ഞാൻ എന്ത് മിസ്റ്റേക്കാണ് ചെയ്തിട്ടുള്ളത്? ദ റിസൾട്ട് ഈസ് ദാറ്റ്, അല്ലേ, അതിൻ്റെ ഉത്തരം എന്ന് വെച്ചാൽ മൈ ഫിക്ഷണൽ ഡിറ്റക്റ്റീവ് മസ്റ്റ് റിയലി ബി വെൽ ഓവർ 100 ബൈ നൗ. അപ്പോൾ എൻ്റെ കഥയിലെ കഥാപാത്രം എന്ന് വെച്ചാൽ 100 മുകളിൽ നിന്നുള്ള ഒരു കഥാപാത്രം ആയിരിക്കും എന്നുള്ളതാണ് പറയുന്നത്. എനിവേ ഐ സെറ്റിൽഡ് ഓൺ എ ബെൽജിയൻ ഡിറ്റക്റ്റീവ്, അങ്ങനെ അവസാനം ഡിറ്റക്റ്റീവ് ആരാവണം എന്നുള്ളതിൽ ഞാൻ സെറ്റിൽമെന്റിലെത്തി, ഞാൻ അവസാന തീരുമാനത്തിലെത്തി. അതെന്താണ്? അത് ബെൽജിയൻ ഡിറ്റക്റ്റീവ് ആയിക്കോട്ടെ. ഐ അലൗഡ് ഹിം സ്ലോവ്ലി ടു ഗ്രോ ഇൻ ടു ഹിസ് പാർട്ട്, അങ്ങനെ ഞാൻ അയാളെ കെട്ടഴിച്ച് വിടുകയാണ്. ആ കഥാപാത്രം ഇങ്ങനെ സ്വതന്ത്രമായിട്ട് വളർന്ന് എൻ്റെ മനസ്സിൽ കിടന്നത് അങ്ങനെ രൂപാന്തരം പ്രാപിക്കട്ടെ എന്ന് പറയണം. ഹി ഷുഡ് ഹാവ് ബീൻ ആൻ ഇൻസ്പെക്ടർ, അദ്ദേഹം ഒരു ഇൻസ്പെക്ടർ ആയിക്കോട്ടെ. സോ ദാറ്റ് ഹി വുഡ് ഹാവ് എ സർട്ടൻ നോളജ് ഓഫ് ക്രൈം, അപ്പോൾ അദ്ദേഹത്തിന് ഈ ക്രൈമിനെ പറ്റി ഒരു പ്രത്യേക ധാരണയൊക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ഞാൻ ഡിക്റ്റേറ്റീവായിട്ട് ഒരു പോലീസ് ഓഫീസറെ തീരുമാനിക്കുകയാണ്, അല്ലെങ്കിൽ പോലീസ് ഇൻസ്പെക്ടറെ തീരുമാനിക്കുകയാണ്. അത് ബെൽജിയൻ ഡിക്റ്റേറ്റീവ് ആയിക്കോട്ടെ, ബെൽജിയം എന്ന് വന്ന അഭയാർത്ഥിയിൽപ്പെട്ട ഒരാളായിക്കോട്ടെ എന്ന് ചിന്തിക്കണം. ഹി വുഡ് ബി മെറ്റിക്കുലസ്, വെരി ടൈഡി. അപ്പോൾ ആ ഒരു ഡിറ്റക്റ്റീവ് എങ്ങനെ ആയിരിക്കണം എന്ന് ചിന്തിക്കുകയാണ്. ഹി വുഡ് ബി മെറ്റിക്കുലസ്, വളരെ ശ്രദ്ധാലുവായിട്ടുള്ള ഒരാളായിരിക്കും. വെരി ടൈഡി, വളരെ വൃത്തിയുള്ള ഒരാളായിരിക്കും. ഐ തോട്ട് ടു മൈസെൽഫ്, ഞാൻ ഇങ്ങനെ സ്വയം ചിന്തിക്കണേ ഇപ്പോൾ. എസ് ഐ ക്ലിയർഡ് എവേ എ ഗുഡ് മെനി അൺടൈഡി ഓഡ്സ് ആൻഡ് ആൻഡ്സ് ഇൻ മൈ ഓൺ ബെഡ്റൂം. അപ്പോൾ ഞാൻ എൻ്റെ ബെഡ്റൂമിലെ വൃത്തിഹീനമായിട്ടുള്ള പല കാര്യങ്ങളും ഇങ്ങനെ ഒതുക്കി വയ്ക്കുന്ന സമയത്ത് മനസ്സിൽ ചിന്തിച്ചു, എൻ്റെ കഥയിലെ ഡിറ്റക്റ്റീവ് എന്ന് പറയുന്നത് വളരെ മെറ്റിക്കുലസ് ആയിരിക്കും, വളരെ ടൈഡി ആയിരിക്കും. അപ്പോൾ എൻ്റെ കഥയിലെ കഥാപാത്രം വളരെ വൃത്തിയുള്ള വളരെ ശ്രദ്ധാലുവായിട്ടുള്ള ഒരാളായിരിക്കും എന്ന് വിചാരിക്കുകയാണ്. എ ടൈഡി ലിറ്റിൽ മാൻ, വളരെ വൃത്തിയുള്ള ചെറിയൊരു മനുഷ്യൻ. ഐ കുഡ് സീ ഹിം ആസ് എ ടൈഡി ലിറ്റിൽ മാൻ, ആൾവേസ് അറേഞ്ചിങ് തിങ്സ്, ലൈക്കിംഗ് തിങ്കിങ് ഇൻ പെയേഴ്സ്, ലൈക്കിംഗ് തിങ്കിങ് സ്ക്വയർ ഇൻസ്റ്റെഡ് ഓഫ് റൗണ്ട്. അപ്പോൾ അദ്ദേഹം എല്ലാ കാര്യങ്ങളും ഒതുക്കി വെക്കുന്ന വൃത്തിയുള്ളൊരു മനുഷ്യനാണെന്ന് എഴുത്തുകാരുടെ മനസ്സിൽ വരികയാണ്. പ്രത്യേകിച്ച് സ്ക്വയർ ഇൻസ്റ്റെഡ് ഓഫ് റൗണ്ട്, റൗണ്ടിന് പകരം സ്ക്വയറായിട്ട് കാര്യങ്ങളൊക്കെ ഒതുക്കി വെക്കുന്ന ഒരു മനുഷ്യനാണെന്ന് ചിന്തിക്കുകയാണ്. ആൻഡ് ഹീ ഷുഡ് ബി വെരി ബ്രെയിൻലി, വളരെ ബുദ്ധിയുള്ള ഒരാളായിരിക്കും. ഹീ ഷുഡ് ഹാവ് ലിറ്റിൽ ഗ്രേ സെൽസ് ഓഫ് ദ മൈൻഡ്, അപ്പം അയാളുടെ മനസ്സിനകത്ത് ഒരുപാട് ചെറിയ ഗ്രേ സെൽസ് ഉണ്ടായിരിക്കും എന്ന് പറയാണ്. ദാറ്റ് വാസ് എ ഗുഡ് ഫ്രേസ്, അത് നല്ലൊരു ഫ്രേസാണ്. ഐ മസ്റ്റ് റിമെമ്പർ ദാറ്റ് യെസ് ഹി വുഡ് ഹാവ് ലിറ്റിൽ ഗ്രേ സെൽസ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിനകത്ത് ചെറിയ ഗ്രേ സെൽസ് ഉണ്ടായിരിക്കും, ചാര നിറത്തിലുള്ള സെല്ലുകൾ ഉണ്ടായിരിക്കും എന്ന് എഴുത്തുകാരി പറയണം. ഹി വുഡ് ഹാവ് റാദർ എ ഗ്രാൻഡ് നെയിം, അദ്ദേഹത്തിന് നല്ലൊരു പേര് വേണം. അപ്പോൾ ഓരോ കാര്യങ്ങളായിട്ട് ഇങ്ങനെ പ്ലാൻ ചെയ്യണം. ആദ്യം കഥാപാത്രം ആരാണോ തീരുമാനിച്ചു, ആ കഥാപാത്രത്തിൻ്റെ സ്വഭാവം എങ്ങനെയാണ് തീരുമാനിച്ചു, ഇനി അദ്ദേഹത്തിന് ഒരു പേര് വേണം. അപ്പോൾ അദ്ദേഹത്തിന് ഒരു നല്ലൊരു ഗ്രാൻഡ് നെയിം തന്നെ വേണം, ഡിറ്റക്റ്റീവ് അല്ലേ, അപ്പോൾ അതിനനുസരിച്ച് പേര് വേണം. വൺ ഓഫ് ദോസ് നെയിംസ് ദാറ്റ് ഷെർലോക്ക് ഹോംസ് ആൻഡ് ഹിസ് ഫാമിലി ഹാഡ്, ഷെർലോക്ക് ഹോംസിനും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനൊക്കെ ഉള്ള പോലത്തെ നല്ലൊരു പേര് വേണം. ഹു വാസ് ഇറ്റ് ഹിസ് ബ്രദർ ഹാഡ് ബിൻ, അദ്ദേഹത്തിൻ്റെ ബ്രദർ ആരായിരിക്കണം? മൈക്രോഫ്റ്റ് ഹോംസ്, ഇനി മൈക്രോഫ്റ്റ് ഹോംസ് ആണോ? അപ്പോൾ ഓരോ പേരുകൾ ഇങ്ങനെ തീരുമാനിക്കുകയാണ്. ഹൗ അബൌട്ട് കോളിംഗ് മൈ ലിറ്റിൽ മാൻ ഹെർക്യൂൾസ്, ഇനി എൻ്റെ ഈ ലിറ്റിൽ മാൻ ഇല്ലേ വളരെ വൃത്തിയുള്ള ഡിറ്റക്റ്റീവ്, അദ്ദേഹത്തിനെ ഹെർക്യൂൾസ് എന്ന് വിളിച്ചാലോ? ഹി വുഡ് ബി എ സ്മാൾ മാൻ, അദ്ദേഹം ഒരു ചെറിയ മനുഷ്യനാണ്. ഹെർക്യൂൾസ്, എ ഗുഡ് നെയിം, നല്ല പേര് തന്നെയാണ്. ഹിസ് ലാസ്റ്റ് നെയിം വാസ് മോർ ഡിഫിക്കൽട്ട്, ഇനി അദ്ദേഹത്തിന് അവസാനം ഒരു പേരുണ്ട്. അപ്പോൾ ഡിറ്റക്റ്റീവ് ഒക്കെ 2 പേര് വേണ്ടേ, അപ്പോൾ ഫസ്റ്റ് നെയിം ഹെർക്യൂൾസ് തീരുമാനിച്ചു. അദ്ദേഹത്തിന് ലാസ്റ്റ് നെയിമിന് എന്തായിരിക്കും അല്ലേ? ഹിസ് ലാസ്റ്റ് നെയിം വാസ് മോർ ഡിഫിക്കൽട്ട്, ലാസ്റ്റ് നെയിം കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ഐ ഡോണ്ട് നോ വൈ ഐ സെറ്റിൽഡ് ഓൺ ദ നെയിം പാരറ്റ്, എങ്ങനെയാണ് ഞാൻ ആ പാരറ്റ് എന്നുള്ള വാക്കിൽ എത്തിച്ചേർന്ന് എനിക്ക് ഇപ്പോഴും അറിയില്ല. വെദർ ഇറ്റ് ജസ്റ്റ് കെയിം ഇൻ ടു മൈ ഹെഡ് ഓർ വെദർ ഐ സോ ഇറ്റ് ഇൻ സം ന്യൂസ് പേപ്പർ ഓർ റിട്ടൺ ഓൺ സംതിങ്, എനിവർ ഇറ്റ് കെയിം.
അപ്പോൾ എൻ്റെ ഡിറ്റക്റ്റീവിൻ്റെ പേര് ഹെർക്യൂൾസ് എന്നാണ്. അതിൻ്റെ സെക്കൻഡ് നെയിം പൈരറ്റ് എന്നുള്ളതാണ്. ഈ പൈരറ്റ് എന്നുള്ള വേർഡ് എനിക്ക് എങ്ങനെ കിട്ടിയതാണ് അല്ലേ, എൻ്റെ തലയ്ക്കകത്ത് എങ്ങനെ വന്നതാണ്, ഞാൻ ന്യൂസ് പേപ്പറിൽ നിന്ന് കണ്ടാണോ, ഞാൻ നിങ്ങൾ എവിടെയെങ്കിലും എഴുതിയത് വായിച്ചാണോ, എങ്ങനെയൊന്നും എനിക്കറിയില്ല, ആ പേര് ഞാൻ തീരുമാനിച്ചു. ഇറ്റ് വെൻറ്റ് വെൽ നോട്ട് വിത്ത് ഹെർക്യൂൾസ് ബട്ട് ഹെർക്യൂൾ പൈരറ്റ്. അങ്ങനെ അവസാനം ഡിറ്റക്റ്റീവിൻ്റെ പേര് തീരുമാനിക്കാൻ ഹെർക്യൂൾ പൈരറ്റ് തീരുമാനിച്ചു. ദാറ്റ് വാസ് ഓൾ റൈറ്റ്, സെറ്റിൽ, താങ്ക് ഗുഡ്നസ് അല്ലേ. അപ്പോൾ എല്ലാ കാര്യങ്ങളും വളരെ ഭംഗിയായിട്ട് നടന്നു. പേര് തീരുമാനിച്ചു, അദ്ദേഹത്തിൻ്റെ കഥാപാത്രം എങ്ങനെയാണ് തീരുമാനിച്ചു, അദ്ദേഹത്തിൻ്റെ രീതികൾ എങ്ങനെയാണ് തീരുമാനിച്ചു, അദ്ദേഹത്തിൻ്റെ ജോലി എന്താണെന്ന് തീരുമാനിച്ചു, എല്ലാ കാര്യങ്ങളും തീരുമാനിച്ചു. നൗ ഐ മസ്റ്റ് ഗെറ്റ് നെയിംസ് ഫോർ ദ അതേഴ്സ്. അങ്ങനെ മറ്റുള്ള ആളുകളുടെ പേരുകളും ഇനി കണ്ടെത്താൻ ശ്രമിക്കുകയാണ്. ബട്ട് ദാറ്റ് വാസ് ലെസ് ഇമ്പോർട്ടൻറ്റ്. അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കഥാപാത്രങ്ങളൊന്നുമല്ല. ആൽഫ്രഡ് ഇങ്തോപ്പ്, ദാറ്റ് മൈറ്റ് ഡു, ഇറ്റ് വുഡ് ഗോ വെൽ വിത്ത് ദ ബ്ലാക്ക് ബിയേർഡ്. ആൽഫ്രഡ് ഇങ്തോപ്പ് എന്നുള്ള പേര് ആ കറുത്ത താടിക്കാരന് കൊടുക്കാൻ തീരുമാനിച്ചു. ഐ ആഡഡ് സം മോർ ക്യാരക്ടേഴ്സ്. അങ്ങനെ ഒരുപാട് കഥാപാത്രങ്ങൾ പിന്നെയും എഴുത്തുകാരെ അതിനകത്ത് ആഡ് ചെയ്യണം. എ ഹസ്ബൻഡ് ആൻഡ് വൈഫ്, പിന്നെ ഹസ്ബൻഡും അതുപോലെ തന്നെ വൈഫും ഉണ്ട്. അട്രാക്റ്റീവ് ആണ്, അവർ പരസ്പരം അട്രാക്റ്റീവ് ആണ്. എസ്ട്രേഞ്ച്ഡ് ഫ്രം ഈച്ച് അതർ, പക്ഷെ അവർ തമ്മിൽ അകന്നു കഴിയാണ്. നൗ ഫോർ ആൾ ദ റാമിഫിക്കേഷൻസ്. അപ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ, സങ്കീർണതകൾ അതിനകത്ത് ഉൾപ്പെടുത്തണം. ദ ഫാൾസ് ക്ലൂസ്, തെറ്റായ സൂചനകൾ വായനക്കാരന് കൊടുക്കണം. ലൈക്ക് ആൾ യങ് റൈറ്റേഴ്സ്, എല്ലാ ചെറുപ്പക്കാരായിട്ടുള്ള എഴുത്തുകാരെ പോലെ തന്നെ കുറ്റം ചെയ്തത് ഇയാളാണ് അല്ലെങ്കിൽ അയാളാണെന്നുള്ള സംശയം വായനക്കാർ ആദ്യം തന്നെ കൊടുക്കാൻ കഴിയണം. ഐ വാസ് ട്രൈങ് ടു പുട്ട് ഫാർ ടു മച്ച് പ്ലോട്ട് ഇൻ ടു വൺ ബുക്ക്. ഒരു ബുക്കിനകത്തിന് ഒരുപാട് കഥകൾ ഉൾപ്പെടുത്താൻ തീരുമാനിച്ചു അല്ലേ. അതായത് ഒരു ബുക്കിനകത്ത് തന്നെ മെയിൻ കഥയ്ക്കകത്ത് ഒരുപാട് സബ് പ്ലോട്ടുകൾ ഉണ്ടായിരിക്കും. അത്തരത്തിലുള്ള സങ്കീർണതകൾ ഉണ്ടാക്കാൻ തീരുമാനിച്ചു. ഐ ഹാഡ് ടു മെനി ഫാൾസ് ക്ലൂസ്, ഒരുപാട് തെറ്റായ ക്ലൂകൾ കൊടുക്കാൻ തീരുമാനിച്ചു. സോ മെനി തിങ്സ് ടു അൺട്രാവൽ ദാറ്റ് മൈറ്റ് മേക്ക് ദ ഹോൾ തിങ് നോട്ട് ഓൺലി മോർ ഡിഫിക്കൽട്ട് ടു സോൾവ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അപ്പോൾ ആ കഥ വായിക്കുന്ന സമയത്ത് ഒരുപാട് സങ്കീർണതകൾ അല്ലെങ്കിൽ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ ശ്രമിക്കുന്ന എഴുത്തുകാരി പറയാണ്. ബട്ട് മോർ ഡിഫിക്കൽട്ട് ടു റീഡ്, അതുകൊണ്ട് തന്നെ അത് വായിക്കാനും ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഡിറ്റക്റ്റീവ് കഥ ആയതുകൊണ്ട് കൊന്നത് ആരാണ്, ഇയാളാണോ അയാളാണോ എന്നുള്ള ഓരോ ക്ലൂ ഓൾറെഡി കൊടുക്കുന്നതുകൊണ്ട് തന്നെ വായിക്കുന്ന സമയത്ത് അത് ബുദ്ധിമുട്ടായിരിക്കും എന്ന് പറയണം. ഇൻ ലേഷർ മൊമെന്റ്സ് ബിറ്റ്സ് ഓഫ് മൈ ഡിറ്റക്റ്റീവ് സ്റ്റോറി റാറ്റിൽഡ് അബൌട്ട് ഇൻ മൈ ഹെഡ്. അപ്പോൾ എൻ്റെ ലേഷർ ടൈമിൽ, വിനോദ സമയത്തൊക്കെ ഈ ഒരു ഡിറ്റക്റ്റീവ് സ്റ്റോറി എൻ്റെ മനസ്സിനകത്ത് കിടന്ന് ഇങ്ങനെ ഉൾത്തിരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഐ ഹാഡ് ദ ബിഗിനിങ് ഓൾ സെറ്റിൽഡ്. അപ്പോൾ തുടക്കമൊക്കെ നന്നായിട്ട് ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ആൻഡ് ദ എൻഡ് അറേഞ്ച്ഡ്, അങ്ങനെ ആ നോവലിൻ്റെ അവസാനവും ഞാൻ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ബട്ട് ദർ വേർ ഡിഫിക്കൽട്ട് ഗ്യാപ്സ് ഇൻ ബിറ്റ്വീൻ. പക്ഷേ എൻഡിങ്ങും അതുപോലെ തന്നെ അവസാനവും നന്നായിട്ട് കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ എൻ്റെ മിഡിലായിട്ടുള്ള ഭാഗത്ത്, മധ്യഭാഗത്ത് ഒരുപാട് കാര്യങ്ങൾ ഇപ്പോഴും വിട്ടുപോയിട്ടുണ്ട്, അല്ലെങ്കിൽ ഡിഫിക്കൽട്സ് ആണ്. ഐ ഹാഡ് ഹെർക്യൂൾ പൈരറ്റ് ഇൻവോൾവ് ഇൻ എ നാച്ചുറൽ ആൻഡ് പ്ലോസിബിൾ വേ. അപ്പോൾ ഹെർക്യൂൾ പൈരറ്റ് എന്ന് പറയുന്ന ഡിറ്റക്റ്റീവിനെ വളരെ നാച്ചുറലായിട്ട്, വളരെ പ്ലോസിബിൾ ആയിട്ട്, സത്യസന്ധമായ രീതിയിൽ ഇതിനകത്ത് അവതരിപ്പിച്ചിട്ടുണ്ട്. ബട്ട് ദർ ഹാഡ് ടു ബി മോർ റീസൺസ് വൈ അതർ പീപ്പിൾ വേർ ഇൻവോൾവ്. പക്ഷേ മറ്റുള്ള ഒരുപാട് കഥാപാത്രങ്ങൾ എന്തിനാണ് ഇതിനകത്ത് ഇൻവോൾവ് ചെയ്യിക്കുന്നതെന്നുള്ള ക്വസ്റ്റ്യൻസ് ഒരുപാട് ആളുകൾ ചോദിക്കാറുണ്ട്. ഇറ്റ് വാസ് സ്റ്റിൽ ആൾ ഇൻ എ ട്രയാങ്കിൾ. അതുകൊണ്ട് ഇത് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്ന, കോംപ്ലിക്കേഷൻസ് ഉണ്ടാക്കുന്ന കഥയായിട്ട് മാറുമെന്ന് പറയണം. ഇറ്റ് മേഡ് മീ ആബ്സെന്റ് മൈൻഡഡ് അറ്റ് ഹോം. വീട്ടിലിരുന്നിട്ട് ഞാൻ ഈ കഥയെ പറ്റി ഇങ്ങനെ ചിന്തിക്കുന്ന സമയത്ത്, വളരെ ആബ്സെന്റ് മൈൻഡ് ആയിരിക്കുന്ന സമയത്ത്, മൈ മദർ വാസ് കണ്ടിന്യൂലി ആസ്കിങ് വൈ ഐ ഡിഡിൻ ആൻസർ ക്വസ്റ്റ്യൻസ് ഓർ ഡിഡിൻ ആൻസർ പ്രോപ്പർലി. അപ്പോൾ അമ്മ ഇങ്ങനെ ഇവിടെ അലക്ഷ്യമായിട്ട് ഓരോന്നും ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അമ്മ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കൊന്നും നമ്മൾ വ്യക്തമായിട്ട് ഉത്തരം കൊടുക്കുന്നില്ല. അതാണ് അമ്മ പറയുന്നത്. മൈ മദർ വാസ് കണ്ടിന്യൂലി ആസ്കിങ്, അമ്മ നിരന്തരമായിട്ട് ചോദിക്കാറുണ്ട്, വൈ ഐ ഡിഡിൻ ആൻസർ ക്വസ്റ്റ്യൻസ് ഓർ ഡിഡിൻ ആൻസർ പ്രോപ്പർലി. അപ്പം ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് നീ എന്താ ഉത്തരം തരാത്തത്, അല്ലെങ്കിൽ നീ എന്താ കൃത്യമായിട്ടുള്ള ഉത്തരം തരാത്തതെന്ന് അമ്മ എപ്പോഴും പറയാറുണ്ട്. അപ്പോൾ ഇവളുടെ മനസ്സിൽ ഈ കഥയും കഥാപാത്രങ്ങളും അതിൻ്റെ രൂപീകരണമൊക്കെ മനസ്സിൽ കടന്ന് കളിക്കുന്ന സമയത്താണ് അമ്മ ഇങ്ങനെ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഐ നിറ്റഡ് ഗ്രാനീസ് പാറ്റേൺ റോങ് മോർ ദാൻ വൺസ്. അപ്പോൾ മുത്തശ്ശിയുടെ ഈ പാറ്റേൺ ഉണ്ട്, അവിടെ തുന്നി വെച്ച വസ്ത്രം ഉണ്ടായിരിക്കും, അതെന്ത് ചെയ്യാണ്, വളരെ തെറ്റായ രീതിയിൽ, ഒരു തവണയല്ല ഒന്നിൽ കൂടുതൽ തവണ തെറ്റായ രീതിയിൽ ഇങ്ങനെ തുന്നിക്കൊണ്ടിരിക്കുകയാണ്. അതായത് മനസ്സ് വ്യക്തമായിട്ട് ഒരു ഭാഗത്ത് ഉറച്ചു നിൽക്കുന്നില്ല. ഐ ഫോർഗെറ്റ് ടു ഡു എ ലോട്ട് ഓഫ് ദ തിങ്സ് ദാറ്റ് ഐ വാസ് സപ്പോസ് ടു ഡു. ഞാൻ ചെയ്യേണ്ട പല കാര്യങ്ങളും ഞാൻ ചെയ്യാതെ മറന്നു പോയിട്ടെന്നാണ് പറയണം. ദെൻ ആൻഡ് ഐ സെൻഡ് സെവറൽ ലെറ്റേഴ്സ് ടു ദ റോങ് അഡ്രസ്സസ്. അത് മാത്രമല്ല, ഞാൻ തെറ്റായ അഡ്രസ്സിലേക്ക് ഞാൻ പല തവണ കത്തുകൾ അയച്ചിട്ടുണ്ട്. അതായത് മനസ്സ് ഇപ്പോഴും വ്യക്തമായിട്ട് ഒരു കേന്ദ്രീകരിക്കാൻ എഴുത്തുകാരിക്ക് പറ്റുന്നില്ല. മനസ്സിൽ മുഴുവൻ എന്താണ്, ആ കഥയും കഥാപാത്രങ്ങളുമാണ്. ഹവർ എന്നിരുന്നാലും ദ ടൈം കെയിം, അങ്ങനെ ആ സമയം വന്നെത്തി. ഏത് സമയം? വെൻ ഐ ഫെൽറ്റ് ഐ കുഡ് അറ്റ് ലാസ്റ്റ് ബിഗിൻ ടു റൈറ്റ്. അങ്ങനെ അവസാനം കഥ എഴുതാൻ എന്നെക്കൊണ്ട് പറ്റും, എന്നെക്കൊണ്ട് കഴിയും എന്നുള്ള സമയം വന്നെത്തി.
ഐ ടോൾഡ് മദർ വാട്ട് ഐ വാസ് ഗോയിങ് ടു ഡു. അപ്പം ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത് എന്നുള്ള കാര്യത്തെപ്പറ്റി ഞാൻ അമ്മയോട് പറഞ്ഞു അല്ലേ. ഇങ്ങനെ ഒരു ഡിക്റ്റേറ്റീവ് സ്റ്റോറി എഴുതുന്നുണ്ട്, അതിനകത്ത് കഥാപാത്രങ്ങൾ ഇങ്ങനെയൊക്കെയാണ്, അതിൻ്റെ കാര്യങ്ങളൊക്കെയെന്ന് അമ്മയോട് ഞാൻ പറഞ്ഞ സമയത്ത് മദർ ഹാഡ് ദ യൂഷ്വൽ കംപ്ലീറ്റ് ഫെയ്ത്ത്. ഇത് കേട്ട സമയത്ത് അമ്മ മകളെ എന്ത് ചെയ്യാണ്, പ്രോത്സാഹിപ്പിക്കുകയാണ്. എന്താ പറഞ്ഞത്? മദർ ഹാഡ് ദ യൂഷ്വൽ കംപ്ലീറ്റ് ഫെയ്ത്ത്. അമ്മയ്ക്ക് തികച്ചും ഒരു ആത്മവിശ്വാസം ഉണ്ട്. എന്താണ്? ദാറ്റ് ഹെർ ഡോട്ടേഴ്സ് കുഡ് ഡു എനിത്തിങ്. തൻ്റെ മക്കൾക്ക് എന്തും ചെയ്യാൻ കഴിയും എന്നുള്ള വിശ്വാസം അമ്മയ്ക്കുണ്ട്. ഓ, ഷീ സെഡ് എ ഡിറ്റക്റ്റീവ് സ്റ്റോറി. ഒരു ഡിറ്റക്റ്റീവ് സ്റ്റോറിയാണ് നീ എഴുതുന്നത്. ദാറ്റ് വിൽ ബി എ നൈസ് ചേഞ്ച് ഫോർ യു. അത് നിനക്ക് വലിയൊരു മാറ്റമായിരിക്കും. വാണ്ട് ഇറ്റ്? യു ഹാഡ് ബെറ്റർ സ്റ്റാർട്ട്. നിനക്ക് ആരംഭിക്കുന്നതാണ് നല്ലത്, നീ എഴുതുന്നതാണ് നല്ലത് എന്ന് പറഞ്ഞിട്ട് ആ അമ്മ ആ മകളെ എന്ത് ചെയ്യാണ്, പ്രോത്സാഹിപ്പിക്കുകയാണ്. ഇങ്ങനെയാണ് അഗത ക്രിസ്റ്റി തൻ്റെ ആദ്യ ഡിറ്റക്റ്റീവ് നോവലായിട്ടുള്ള ദ മിസ്റ്റീരിയസ് അഫെയർ എന്ന് പറയുന്ന കൃതി എഴുതാൻ തുടങ്ങുന്നത്. ഇതൊരു ഡിറ്റക്റ്റീവ് സ്റ്റോറിയാണ്. ഈ ഒരു ഡിറ്റക്റ്റീവ് സ്റ്റോറി എഴുതുന്നത് 1920 കാലഘട്ടത്തിലാണ്, അതായത് ഫസ്റ്റ് വേൾഡ് വാർ കാലഘട്ടത്തിലാണ്. പ്രത്യേകിച്ച് ഒരു നൈസായിട്ട് ജോലി ചെയ്യുന്ന സമയത്ത് ഒരുപാട് സമയം ഫ്രീ ടൈം ഉണ്ടായിരുന്നു. ആ സമയത്ത് മനസ്സിൽ ഉദിച്ച ചില ആശയങ്ങൾ രൂപാന്തരപ്പെട്ടിട്ടാണ് ഇത്തരത്തിലുള്ള ഡിറ്റക്റ്റീവ് സ്റ്റോറികൾ ഉണ്ടാവുന്നതും ലോകപ്രശസ്തമായിട്ടുള്ള കഥാപാത്രങ്ങൾ അതിനകത്ത് സംഭവിക്കുന്നതും.